أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മാഹിറുൽ മുഅഖിലിയാണ് ഖുതുബോദിയത്. അതുപോലെ തന്നെ മദീനയിൽ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫിയും രണ്ടുപേരും പ്രാരംഭത്തിൽ അഥവാ പ്രസംഗത്തിൻ്റെ ഖുതുബയുടെ തുടക്കത്തിൽ നമ്മുടെ വിശ്വാസപരമായ കാര്യത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് പിന്നെ കർമ്മപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങുകയും അവസാനം അക്കൂട്ടത്തിൽ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതായ രൂപവും റമദാൻ വരുന്നതിന് മുമ്പായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച സംസാരവും അതിനുവേണ്ടിയുള്ള ബിഷാറത്തും അതൊക്കെയാണ് അവർ ചർച്ച ചെയ്തതായ വിഷയം. അഥവാ രണ്ടുപേരും ഏകദേശം തുല്യതയുള്ളതായ സബ്ജക്റ്റാണ് സംസാരിച്ചത് എന്നർത്ഥം. ഏതായാലും നാം മക്ക കൊണ്ടാരംഭിക്കാം, മക്കയിലുള്ള ഖുതുബ കൊണ്ടാരംഭിക്കാം. നാം അഥവാ ഷിട്ടികൾ അവരുടെ ജീവിതം ആ സകലം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കണം എന്ന ലക്ഷ്യമാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തെ ഷിട്ടിക്കാൻ തന്നെ കാരണമായിട്ട് പറഞ്ഞത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും അതുപോലെ തന്നെ ഇൻസിനെയും നാം സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിൽ സൂറത്തുൽ അൻആമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ച കൽപ്പനയിൽ കാണാം, നിങ്ങൾ പ്രഖ്യാപിക്കൂ ദൂതരെ, ഇന്ന സലാത്തി, എൻ്റെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും, ഒനുസുക്കി, എൻ്റെ എല്ലാ നേർച്ച വഴിപാടുകളും അറവുകളും, ഒമഹിയായ, എൻ്റെ ജീവിതവും, ഒമമാത്തി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന് മാത്രമാണ് എന്ന്. അങ്ങനെയുള്ള ആ സമർപ്പണത്തോടുകൂടിയുള്ള ആ ചിന്ത, അതാ ഞാൻ ഇവിടെ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടായിരിക്കണം, അവൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായി ജീവിക്കുക എന്നത് ആ ഫിത്രത്തിന് വിപരീതമാണ് എന്നതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാം അള്ളാഹുവിന് മാത്രമായിരിക്കണം ഞാൻ അർപ്പിക്കേണ്ടത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം സത്യവിശ്വാസി ജീവിക്കേണ്ടത്. അത് നമ്മെ സൃഷ്ടിക്കാനുള്ള ലക്ഷ്യമാണ് അത് എന്ന് അള്ളാഹു ഖുർആനിലൂടെ വിവരിച്ചതും ആ ലക്ഷ്യത്തിന് വിപരീതം നാം ചലിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിലായി പല രൂപങ്ങളിലായി ഊന്നിപ്പറഞ്ഞതുമായ ഭാഗങ്ങളാണ്. അതെ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേക്കാളും മുമ്പ് നമ്മെപ്പോലത്തതായ ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചിരുന്നു. അത് അഥവാ മലക്കുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികൾ തന്നെയാണ് അവർ. ആ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് നമ്മെപ്പോലെയുള്ളവരല്ല, അഥവാ നമ്മെപ്പോലെ ഭക്ഷണം കഴിക്കുന്നവരല്ല, ശഹ്വത്തുള്ളവരല്ല. അതേസമയത്ത് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ വീഴ്ച വരുത്താത്തവരുമാണ്. അവരുടെ രാത്രിയും അവരുടെ പകലുമെല്ലാം തസ്ബീഹുകളിലും തഹ്ലീലുകളിലും അള്ളാഹുവിന് സ്തോത്രം ചെയ്യുന്നതായ ആ ആരാധനയിലും ഒഴുകുന്നവരാണ്. അവര് തീരെ ക്ഷീണം എന്നത് അവരെ തീണ്ടുക തന്നെയില്ല ആ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിസരത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. മലക്കുകളുടെ ജോലി അതാണ്. മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക എന്നതല്ലാതെ മറ്റൊരു ശൈലി അവർക്ക് അറിയുകയില്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അള്ളാഹുവിന്റെ കൽപ്പനക്ക് അവർ വിപരീതം പ്രവർത്തിക്കുന്നതല്ല. അവരോട് അള്ളാഹു എന്ത് കൽപ്പിച്ചു അതിനെ അവര് അങ്ങനെ തന്നെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന വിഭാഗമാണ്. എന്നാൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ മനുഷ്യന്മാരും ജിന്നും അങ്ങനെയല്ല. നമ്മളോട് കീർത്തിക്കപ്പെടുകയും നമുക്ക് ശഹ്വത്ത് നൽകുകയും നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത് തന്നെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടായിരിക്കണം എന്നതാണ്. അതുകൊണ്ടാണ് നാം ഉണ്ടായിരുന്ന വാനലോകത്തിലുള്ള സ്വർഗത്തിലുള്ള ജീവിതത്തിൽ നിന്നിട്ട് ആദം അലൈഹിസ്സലാം ആകുന്ന നമ്മുടെ പിതാവിനെയും നമ്മുടെ മാതാവിനെയും ഇറക്കുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ജീവിക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം. ഞാൻ നിയോഗിക്കുന്നതായ ദൂതന്മാരുടെ ബാക്കിൽ നിങ്ങൾ അണിനിരക്കണം, ഞാൻ ഇറക്കുന്നതായ ഗ്രന്ഥങ്ങളുടെ ബാക്കിൽ നിങ്ങൾ അണിനിരക്കണം, അതനുസരിച്ച് ജീവിക്കണമെന്ന് കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ആ കൽപ്പനയുമായി വന്നതായ നബിമാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്നെ പറയുകയാണ്, ഉദ്കുർ ഇബാദന ഇബ്രാഹിമ വ ഇസ്ഹാഖ വ യാഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ.
നോക്കൂ, നിങ്ങൾ സ്മരിക്കൂ, പഠിക്കൂ, ഗ്രഹിക്കൂ, ചിന്തിക്കൂ, ആലോചിക്കൂ. ആരെക്കുറിച്ച്? എന്റെ അടിമകളായ ഇബ്രാഹിമിനെ കുറിച്ച്, എന്റെ അടിമകളായ ഇബ്രാഹിമിനെ കുറിച്ചും ഇസ്ഹാഖിനെ കുറിച്ചും യാക്കൂബിനെ കുറിച്ചും ആ മഹാത്മാക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഉലിൽ ഐദി വൽ അബ്സാർ, അവർ മഹാശക്തന്മാരായിരുന്നു ആരാധനയിൽ. അതുപോലെ തന്നെ കൃത്യനിഷ്ഠതയോടുകൂടി ആ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനക്ക് അനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താത്തതായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന വിഭാഗമായിരുന്നു. അസ്ഹാബ് ഖുവ്വത്തിൻ ഫീ തഅത്തില്ലാഹി അസ്ഹാബ് ബസീറ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അഥവാ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അങ്ങേയറ്റം ശക്തന്മാരായിരുന്നു. അതുപോലെ തന്നെ സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തെറ്റ് വന്നു പോകാതിരിക്കാൻ വേണ്ടിയും അള്ളാഹുവിന്റെ കൽപ്പന എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയും അതനുസരിച്ചിട്ട് നടപ്പാക്കാൻ വേണ്ടിയും പാടുപെട്ടവരായിരുന്നു. അതുപോലെ തന്നെ മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ഭൂമിയിൽ നിന്നിട്ട് ഇസ്രാ എന്ന ഒരു മഹാസംഭവം ഖുർആൻ പറയുന്നുണ്ട്. ആ ഇസ്രാ സൂറത്തിന്റെ തുടക്കം തന്നെ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് എന്റെ അടിമയെ രാപ്രയാണം നടത്തിയതായ റബ്ബ് പരിശുദ്ധനത്രേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതായ ആ സൂറത്തിൽ കൂടി പഠിപ്പിക്കുന്നതായ സംഭവം ആ ഇസ്രാഇനോട് തുറന്നിട്ട് അന്നത്തെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയതായ ആ നമസ്കാരത്തിലേക്കുള്ള സൂചനയൊക്കെ അതിലുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പലപ്പോഴും നാം വിശദീകരിച്ചതാണ്. അങ്ങനെയുള്ളതായ ആ സംഭവത്തിൽ കൂടി തന്നെ നമ്മളോട് ഓതുന്നത് എന്താണ്? ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ അടിമ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമ എന്ന ആ നാമകരണം, ആ ഏറ്റവും അള്ളാഹ്ക്ക് സ്നേഹമുള്ള നാമകരണം അല്പം മുമ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായ ആയത്തിൽ നമ്മുടെ അടിമകളായ എന്ന് പറഞ്ഞുകൊണ്ട് ഓമന പേരായിട്ട് അള്ളാഹു വിളിക്കുകയായിരുന്നു മഹാനായ ഇബ്രാഹിമിനെയും മഹാനായ ഇസ്ഹാഖിനെയും മഹാനായ യാക്കൂബിനെയും അലൈഹിമുസ്സലാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വളരെ ഇഷ്ടമാണ് അബ്ദി എന്ന പദം, അടിമ എന്ന പദം പറഞ്ഞുകൊണ്ട് അവന്റെ അടിമകളെ വിളിക്കുക എന്നത്. കാരണം ഇവിടെ ഷിട്ടിച്ച് തന്നെ അടിമ വേല ചെയ്യാനാണ്. അള്ളാഹുവിന്റെ ഷിട്ടികളായിട്ടാണ് നബിമാരായിരുന്നാൽ പോലും അവരിൽ ഏറ്റവും ഉത്തമരായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആ മഹാബാധ്യതകൾ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിച്ചതായ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ പേര് എന്റെ അടിമയെ രാപ്രയാണം നടത്തിയതായ റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധനത്രേ എന്ന പദമാണ്. അപ്പോൾ അടിമ എന്ന പദം അള്ളാഹു ഇഷ്ടമുള്ളതായ പദമാണ് എന്നതാണ് പറഞ്ഞു വന്നത്. അങ്ങനെയുള്ളതായ ആ സംഭവത്തിലേക്ക് നമ്മോട് മക്ക ഇമാം സൂചന നൽകിയതിന്റെ ശേഷമാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നബിമാരെയെല്ലാം അയച്ചതായ സന്ദർഭത്തിൽ മുബശ്ശിരീന വ മുൻദിരീന, നബിമാരെ അയച്ചത് സന്തോഷ വാർത്തയുമായിട്ടാണ്. സ്വർഗ സന്തോഷ വാർത്ത, വിജയ സന്തോഷ വാർത്ത, പരലോക മോക്ഷ സന്തോഷ വാർത്ത, അതുമായിട്ടാണ് മുർസലുകളെ ഇവിടെ നിയോഗിക്കപ്പെട്ടത്. അതുപോലെ തന്നെ മുൻദിരീന, ആ വാണിംഗ് നൽകാൻ വേണ്ടിയും അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്നതായ വാണിംഗ് നൽകിയും കൊണ്ട് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ എല്ലാം നിയോഗിച്ചിരുന്നത്. നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കാൻ വേണ്ടി നമ്മെ ശിക്ഷിച്ചു എന്ന് പഠിക്കുമ്പോഴും ആ നാം ഇവിടെ ജീവിക്കുന്നത് ആരാധിക്കാൻ വേണ്ടി മാത്രമായിരിക്കണമെന്ന് പറയുമ്പോഴും അതിന്റെ അർത്ഥം അള്ളാഹ്ക്ക് നമ്മുടെ ആരാധന ആവശ്യമുണ്ട് എന്നല്ല എന്നത് പ്രത്യേകം നാം ഓർക്കേണ്ടതാണ് എന്ന് ഇന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട് സഹിഹായ ഹദീസിൽ അഥവാ ഖുദ്സിയ ഹദീസിൽ കൂടി, നിങ്ങളുടെ ഇബാദത്ത് കൊണ്ടൊരു ഫലവുമില്ല. നിങ്ങളെ കൊണ്ട് എന്നെ ദ്രോഹിക്കാനോ നിങ്ങളെ കൊണ്ട് എനിക്ക് നഫ്ഇ ചെയ്യാനോ ഫലമുള്ള കാര്യം ചെയ്യാനോ സാധിക്കുന്നതേ അല്ല, മറിച്ച് അതെല്ലാം ളാറുൻ നാഫിഉം, ഞാനാണ്, നിങ്ങളല്ല. ഫലം ചെയ്യുന്നവരും ദ്രോഹം ചെയ്യുന്നവരും എല്ലാം അതിന്റെ എല്ലാം ശക്തി എന്റെ കയ്യിലാണ്. നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടോ നിങ്ങളുടെ ഇബാദത്ത് വർദ്ധിച്ചതുകൊണ്ടോ അതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ല, എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോകത്തിലുള്ളതായ സർവ്വ അടിമകൾ, ആ മനുഷ്യനാവട്ടെ ജിന്നാവട്ടെ, ആദ്യം വന്നവരാവട്ടെ അവസാനം വന്നവരാവട്ടെ, എല്ലാവരും ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നതായ അടിമകളായി മാറിക്കഴിഞ്ഞാൽ, എല്ലാവരും അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പന മാത്രം ഇവിടെ നടപ്പാക്കുന്ന അങ്ങനെയുള്ള ഒരു വിഭാഗമായി കഴിഞ്ഞാൽ തന്നെ അള്ളാഹു പറയുകയാണ്, അതിൽ എന്റെ ഖസനാവിൽ ഒരു ഇഞ്ച് പോലും ഒരു വസ്തു പോലും അതിലൂടെ വർദ്ധിക്കാൻ പോകുന്നില്ല, എനിക്ക് അതിൽ കൂടി വർധനവ് എന്റെ ഖസനാവിൽ വരുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്, ആ നന്മകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തതായ അമൽ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടം നിങ്ങൾക്ക് മാത്രമാണ്, അള്ളാഹുവിനല്ല എന്നർത്ഥം. അങ്ങനെയുള്ളതായ ഇബാദത്തുകളിലും മഹാ ഇബാദത്താണ്. ആ ഇബാദത്ത് ചെയ്യേണ്ട മാസത്തിനെയാണ് നാം അടുത്ത ദിവസത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്. അതാണ് വിശുദ്ധ റമളാൻ. അള്ളാഹുവിന്റെ ഭാഗത്തിൽ അവന്റെ അടിമകൾക്കുള്ളതായ നഫഹാത്തുകളിൽ പെട്ടതാണ്. അവന്റെ അടിമകൾക്ക് വേണ്ടി അവൻ
ഓശാരമായി അവൻ ചെയ്തതായ മഹാ അനുഗ്രഹമാണ് എന്ത് ആ റമദാൻ. ആ വിശുദ്ധ റമദാനിലൂടെ കൊല്ലത്തോട് കൊല്ലം നമ്മൾ നിന്നിട്ട് വന്നുപോയ വീഴ്ചകൾ നികറ്റാൻ വേണ്ടി, ആ വീഴ്ചകളിൽ നിന്നിട്ട് പുറത്തു കിട്ടാൻ വേണ്ടി, ആ വീഴ്ചകളിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ളതായ ഒരു മഹാ ചാൻസ് ആണ്, മഹാ സീസണാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുണ്ടാക്കി തന്നത് വിശുദ്ധ റമദാനിലൂടെ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതുപോലെ ഇന്ന് മക്ക ഇമാമ് സാന്ദർഭോചിതമായിട്ട് പറഞ്ഞതായ കാര്യങ്ങളിൽ പെട്ടതാണ് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും അതുപോലെ തന്നെ പിശാചികൾ നിന്നിട്ട് മറദത്തുകളെ അഥവാ പോക്കിരികളെ പോലത്തതായ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ച് ജീവിക്കുന്ന പിശാചികളുടെ നേതൃത്വങ്ങളെയെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുകയും എന്നിട്ട് ഓരോ ദിവസവും രാത്രിയും പകലുമായിട്ട് റമദാൻ വിട്ട് കിടക്കുമ്പോൾ ഓരോ ദിവസവും നമ്മളോട് അള്ളാഹിന്റെ ഭാഗത്തിൽ നിന്നിട്ട് വിളിച്ചു പറയുന്നതാണ്, യാ ബാഗിയൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുന്നവരെ, അഖ്ബിൽ, മുന്നോട്ട് കുതിക്കൂ, സൽക്കർമ്മങ്ങൾ ചെയ്യൂ, നിങ്ങൾ രാത്രി നമസ്കരിക്കൂ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൂ, രാത്രി ഹയാത്താക്കൂ, നോമ്പ് പിടിക്കൂ, തെറ്റുകൾ ഒഴിവാക്കൂ, ധർമ്മങ്ങൾ ചെയ്യൂ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കൂ. അഖ്ബിൽ, നിങ്ങൾ മുന്നിട്ട് വരിക നന്മയിലേക്ക്. വയാ ബാഗിയ ശർ, തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പറയുന്നതാണ്, ഓരോ ദിവസങ്ങളിലും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഷർ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരെ, തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരെ നിങ്ങൾ ഷോട്ടാക്കുക, നിങ്ങൾ അതിൽ നിന്നിട്ട് വിരമിക്കുക. എന്തുകൊണ്ട്? നിങ്ങളുടെ മുമ്പിലേക്ക് വിശുദ്ധ റമദാൻ വന്നിരിക്കുകയാണ്. ആ റമദാനിലൂടെ നിങ്ങൾ രാത്രി നിന്ന് നമസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ചെറുദോഷങ്ങൾ ആ സകലം പുറത്തു തരുന്നതാണ്. അപ്രകാരം തന്നെ ആ മാസത്തിൽ നോമ്പ് പിടിച്ചാൽ നിങ്ങളുടെ ചെറുദോഷങ്ങളെയെല്ലാം ആ മാസത്തിലൂടെ നിങ്ങൾക്ക് പുറത്തു കിട്ടുന്നതാണ് എന്നതായ ആ പ്രത്യേകതകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാമ് അദ്ദേഹത്തിന്റെ ഖുതുബയെ പ്രസംഗത്തെ തുടർന്നത്. അതെ, അതുകൊണ്ട് ഒരാള് റമദാൻ മാസത്തിൽ നാം കഴിഞ്ഞ ആഴ്ചയിൽ നടന്നതായ വിഷയത്തിൽ ചർച്ച ചെയ്തപ്പോൾ മക്ക ഇമാമും മദീന ഇമാമും ഒക്കെ പറഞ്ഞതനുസരിച്ചിട്ട് പല കാര്യങ്ങളും ഇവിടെ റമദാനുമായി നാം ബന്ധപ്പെട്ടിട്ട് ഊന്നി പറഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽ നമുക്ക് ഇന്ന് മക്ക ഇമാം പറഞ്ഞതായിട്ട് കേൾക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഒരു ശൈലി, ആരെങ്കിലും നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഇമാമിന്റെ കൂടെയോ അല്ലെങ്കിൽ എവിടെയാണ് ജമാഅത്തായിട്ട് റമദാനിൽ രാത്രി നമസ്കാരം നടക്കുന്നത് അവിടെ പ്രവേശിക്കുകയും എന്നിട്ട് ഇമാമ് അവസാനിപ്പിക്കുന്നത് വരേക്കും അവിടെ നിന്ന് നമസ്കരിക്കുകയും ചെയ്താൽ, റക്അത്തിന്റെ എണ്ണൊന്നും അവിടെ പറയുന്നില്ല, അവിടെ ഇമാമ എത്ര നിസ്കരിക്കുന്നു അത് മുഴുവനും ഇമാമോട് കൂടി നിന്ന് നമസ്കരിച്ചാൽ എന്നിട്ട് വിട്ടുപിരിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് രാത്രി മുഴുവനും ഹയാത്താക്കിയ പ്രതിഫലം എഴുതുന്നതാണ് എന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ട് നമസ്കാരം അവിടെ നടത്തിയത് അത് വളരെ ഏതാനും 1, 2, 3 ദിവസമായിട്ടാണ് ജമാഅത്തായിട്ട് നടത്തിയത് എങ്കിലും റസൂലുള്ളാഹിന്റെ കൽപ്പന നമ്മുടെ മുമ്പിലുണ്ട്. റസൂലുള്ളാഹിന്റെ കൽപ്പനക്കാണ് നാം കൂടുതൽ പ്രാധാന്യം നൽകുക എന്തിനേക്കാൾ അവരുടെ പ്രവർത്തനത്തിനേക്കാളും ഇത്തരം കാര്യങ്ങളിൽ. ആ കൽപ്പനയിൽപ്പെട്ടതാണ് ആരെങ്കിലും റമദാൻ മാസം നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്നതായ വാക്ക്. അത് കുറിക്കുന്നത് രാത്രി നിന്ന് നമസ്കരിക്കുക എന്നത് മഹാപ്രത്യേകതയുള്ളതായ ഒന്നാണ്. അതുപോലെ തന്നെ മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആദ്യം പറഞ്ഞ വാക്കിലും ഈമാനൻ വഹ്തിസാബം എന്ന പദമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മക്ക ഇമാമും മദീന ഇമാമും തുടക്കത്തിൽ വിശ്വാസപരമായ കാര്യത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ആരംഭിച്ചത്. തൗഹീദില്ലാതെ എത്ര തന്നെ നമസ്കരിച്ചാൽ, എത്ര തന്നെ രാത്രി ഹയാത്താക്കിയാൽ, എത്ര തന്നെ നോമ്പ് പിടിച്ചാൽ, എത്ര തന്നെ സദഖ ചെയ്താൽ, ധർമ്മം ചെയ്താൽ, എത്ര തന്നെ എന്ത് അമലുകൾ ചെയ്താലും ആ അമല് കൊണ്ട് പ്രയോജനമില്ല. ഒരാള് അള്ളാഹുവിനെ മാത്രമല്ല ആരാധിക്കുന്നത്, അള്ളാഹുവിനെ മാത്രമല്ല വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവിന് മാത്രമല്ല നേർച്ചയാക്കുന്നത്, അള്ളാഹുവിന് മാത്രമല്ല അറക്കുന്നത്, അള്ളാഹുവിന് അർപ്പിക്കേണ്ടതായ ആരാധനകളിൽ മറ്റുള്ളവരെ പങ്കുചേർക്കുന്നവനാണ് എങ്കിൽ, ശിർക്ക് ചെയ്യുന്നവനാണ് എങ്കിൽ അവന്റെ എല്ലാ അമലുകളും ഹബ മൻസൂറായി വിതരപ്പെട്ട ധൂളിയായി പറപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ ഈ പ്രത്യേകത പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചതായ ഹദീസിൽ എന്താണ് പഠിപ്പിച്ചത്? ഒരാൾ ഇമാമോടൊപ്പം പരിപൂർണമായി നമസ്കരിക്കുകയാണെങ്കിൽ എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ രാത്രി ഇമാമോടുകൂടി നമസ്കരിക്കണമെന്ന് അതിൽ സൂചനയുണ്ട്. ആ ഇമാമോടുകൂടി നമസ്കരിക്കുക എന്ന സൂചന അനുസരിച്ചിട്ടാണ് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാമോട് കൂടിയുള്ളതായ നമസ്കാരത്തെ തുടർന്നു പോകാനുള്ളതായ ആ സമ്പ്രദായം ആരംഭിച്ചത്. അവരവരുടെ പോക്കറ്റിൽ നിന്നിട്ട് പുത്തനായ ഒരു കാര്യങ്ങൾ ചെയ്തതോ ബിദ്അത്ത് ചെയ്തതോ അല്ല എന്നതിലേക്ക് തെളിവാണ് ഈ ഹദീസ് എന്നതുകൂടി ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. മക്ക ഇമാമ് തുടരുന്നു, നമ്മുടെ വയസ്സൊക്കെ വളരെ കുറവാണ്, നാം വളരെ അല്പകാലമാണ് ജീവിക്കുന്നത്. നാം കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ജീവിച്ചവരിൽ നിന്നിട്ട് പലരും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ന് വരെ നമ്മളോട് വിട വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇന്ന് വരെ ചിലപ്പോൾ മസ്ജിദുൽ ഹറാമിലും മസ്ജിദ് നബവിയിലും പലരും മരണപ്പെട്ടവർക്ക് നാം അവിടെ നമസ്കരിച്ച് കാണാം. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മോട് പലരും റമദാൻ
വരുന്നതിന് മുമ്പ് വിട വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു എന്നർത്ഥം. അങ്ങനെ തന്നെ നാമും പോകേണ്ടി വരും. നമ്മുടെ നേതാവും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായ ഈ വിശുദ്ധ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരുമായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം ലോകത്തോട് വിട വാങ്ങിയിട്ടുണ്ടെങ്കിൽ നബിയേക്കാളും കൂടുതൽ ഇവിടെ സ്ഥിരമായി താമസിക്കാൻ അർഹപ്പെട്ടവർ വേറെ ആരാണുള്ളത് എന്നത് നമുക്ക് പദ്യത്തിലൂടെയും ഗദ്യത്തിലൂടെയും ആയത്തിലൂടെയും എല്ലാം പഠിച്ചറിയുന്നതായ യാഥാർത്ഥ്യമാണ്. ആ നബി നമ്മളോട് വിട വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാമും വിട വാങ്ങൽ നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതായ ഒരു മഹാഭാഗ്യമാണ് റമദാൻ വരെ നമ്മെ ശേഷിപ്പിച്ചു എന്നത്. ആ റമദാനിൽ ചെയ്യേണ്ടതായ അമൽ ചെയ്യുവാനും ആ റമദാനിനെ സ്വീകരിക്കുവാനും ആ റമദാനിൽ അല്ലാഹുവിനെ പ്രീതിപ്പെടുത്തുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന് മുമ്പായിട്ട് സന്തോഷ വാർത്ത നൽകി, നിങ്ങൾക്ക് ഇതാ റമദാൻ എന്ന പേരിൽ ഒരു മഹാമാസം സമാഗതമായിരിക്കുകയാണ്. അത് നിങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം പൊതിയുന്ന മാസമാണ്. ആ മാസത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും. നിങ്ങളുടെ ദോഷങ്ങൾ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയതായ മാസമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുന്നതായ മാസമാണ്. നിങ്ങൾ ചെയ്യുന്നതായ അമലുകൾ കണ്ടിട്ട് അമലുകളിലൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നതായ ആ വിശാലമായ ധർമ്മം അത് മുമ്പിൽ വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിസരത്തിൽ ഇബാദത്ത് ചെയ്യുന്ന തസ്ബീഹുകളും തഹ്ലീലുകളും മുഴക്കിക്കൊണ്ടേ ഇരിക്കുന്ന ആ മലക്കളുടെ മുമ്പിൽ അഭിമാനം പറയുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ റമദാൻ വരുന്നതിന് മുമ്പ് സംസാരിച്ച സംസാരത്തിൽ ആ പ്രസംഗത്തിൽ ആ സന്തോഷ വാർത്തയിൽ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കൂ അള്ളാഹുവിന് നിങ്ങൾ ആരാണ്, നിങ്ങൾ എത്രമാത്രം അള്ളാഹുവിലേക്ക് അടുക്കാൻ നിർബന്ധമുള്ളവരാണ്, നിങ്ങൾ എത്രമാത്രം പ്രത്യേകതയുള്ളതായ അമലുകൾ ഈ മാസത്തിൽ ചെയ്തു കൂട്ടുന്നവരാണ് എന്നതൊക്കെ നിങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് നിങ്ങളുടെ നഫ്സിൽ നിങ്ങൾ ഖൈറിനെ കാണിച്ചു കൊടുക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞത്. എന്നാൽ റസൂലുള്ളാഹി തുടരുകയുണ്ടായി, അശ്ശഖിയ്യു മൻ ഹുരിമ ഫീഹി റഹ്മത്തല്ലാഹ്, ഈ മാസത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് തൊട്ട് തടയപ്പെട്ട മഹറൂമായ മനുഷ്യൻ അവൻ തന്നെയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് തടയപ്പെട്ട അഥവാ ഈ മാസത്തിലൂടെ സൽക്കർമ്മം ചെയ്യാൻ സാധിക്കാത്ത, ഈ മാസത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റാത്ത, ഈ മാസത്തിലൂടെ പാപമോചനം നേടാൻ സാധിക്കാത്ത വ്യക്തി ആരുണ്ടോ അവനാണ് ഗതികെട്ടവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ദൈനംദിനം വരികയും ആ റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുകയും ചെയ്തതായ സംഭവം കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതാണ്. അതും ഇന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി. അത് ഇമാമ് മാറുമ്പോൾ മുമ്പ് പറഞ്ഞതാണെങ്കിലും സാന്ദർഭോചിതമായിട്ട് പറയേണ്ടി വരുമെന്നത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതെ, അതുകൊണ്ട് റമദാൻ മാസം മുഴുവനായിട്ട് ഇവിടെ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ഓരോ ദിവസവും റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് മുദാക്കറയും മുറാജയും നടത്തിയും കൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ളതായ ആ ട്രെയിനിങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പങ്കുവെച്ചുകൊണ്ട് ഓതിയിരുന്നു എന്നതും ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ധർമ്മത്തിന്റെ ഉടമയായിരുന്നു എന്നതും അങ്ങേയറ്റം ആ ധർമ്മത്തിന്റെ ആ പെരുപ്പത്തെക്കുറിച്ച് നാം പറഞ്ഞു. റീഹുൽ മുർസല പോലെ വളരെ ശക്തിയോടുകൂടി വരുന്നതായ കാറ്റ് പോലെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ധർമ്മം ആ ദിവസങ്ങളിൽ ഉണ്ടായത് എന്നും നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതും പഠിച്ചതുമായ ഭാഗമാണ്. അതെ, അപ്പോൾ ഈ വിശുദ്ധ റമദാനിൽ നാം നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന റമദാനിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്താൻ പാടില്ല. രാത്രിയും പകലുമായിട്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ആ മാസത്തിനോടുള്ളതായ യഥാർത്ഥ കടപ്പാട് അതേതാണ്? ആ മാസത്തിൽ ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ടതായ മാസമാണ് റമദാൻ മാസം എന്നതുകൊണ്ട് തന്നെ ആ മാസത്തിൽ നാം എന്ത് ചെയ്യുക? അള്ളാഹുവിന്റെ മുമ്പിൽ ആ വിശുദ്ധ ഫുർഖാൻ അളീമുമായി ടച്ചുണ്ടായി ബന്ധമുണ്ടാക്കി ഓതി പഠിച്ച് പാരായണം ചെയ്ത് അതിന്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയുള്ളതായ ഒരുക്കവും തയ്യാറെടുപ്പും നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹത്തിന്റെ കവാടം അഥവാ പാപമോചനത്തിലുള്ള കവാടം തുറന്നു തന്നതിന്റെ ഒരു രൂപമാണ് മക്ക ഇമാം പിന്നെ ഓതിയതായ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടത്. ആദമിന്റെ സന്തതിയെ, നീ എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ, നീ എന്റെ അനുഗ്രഹത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ ആ സന്ദർഭത്തിൽ നിനക്ക് പുറത്തു തരുകയും
തരുകയും നിന്റെ ഉദ്ദേശങ്ങളിൽ നിനക്ക് എന്റെ അനുഗ്രഹം ചൊരിഞ്ഞു തരുകയും ചെയ്യും. വലാ ഉബാലി, ഞാൻ കൂട്ടാക്കുക തന്നെയില്ല ഒന്നിനെയും എന്ന് അല്ലാഹു പറഞ്ഞുകൊണ്ട്, പിന്നെ നിന്റെ ദോഷം പാപം ആകാശം വരെ എത്തുകയാണെങ്കിൽ നീ എന്നിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങി ഇനി അങ്ങനെയുള്ള ദോഷത്തിലേക്ക് മടങ്ങുകയില്ല, പാപത്തിലേക്ക് മടങ്ങുകയില്ല, ഇനി ഞാൻ നല്ല രൂപം അംഗീകരിച്ചു റബ്ബേ എന്ന് ആ സ്വീകാര്യോഗ്യമായ തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് നീ വരുന്ന സന്ദർഭത്തിൽ ഞാൻ നിനക്ക് പുറത്തു തരാൻ തയ്യാറാണ്. ഞാൻ കൂട്ടാക്കുക തന്നെ ഒന്നും കൂട്ടാക്കുന്നതല്ല നിനക്ക് പുറത്തു തരുന്ന കാര്യത്തിൽ എന്ന് അള്ളാഹു പറഞ്ഞതായ ഖുദ്സിയ ഹദീസും മക്ക ഇമാമ് ഇന്ന് ഊന്നിപ്പറയുകയും ഉണർത്തുകയും ഉണ്ടായി. അതുപോലെ തന്നെ ഭൂമിയിലുള്ളതായ മണൽ നിറയെ നീ ദോഷവുമായിട്ട് എന്റെ അടുക്കൽ വരികയും അതേ സമയത്ത് നീ വരുന്ന സന്ദർഭത്തിൽ തൗഹീദോട് കൂടി അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ട ശക്തി, അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്റെ കൂടെ ഒരു വ്യക്തിയെയും ഒരു ശക്തിയെയും നീ ശിർക്ക് വെക്കാതെയാണ് വരുന്നതെങ്കിൽ നിനക്ക് പുറത്തു തരുന്നതിലും ഞാൻ വീഴ്ച വരുത്തുന്നതല്ല, നിനക്ക് അതിനേക്കാളും കൂടുതൽ മഗ്ഫിറത്ത് കൊണ്ട് നിന്നെ പൊതിയുമെന്നതായ സന്തോഷവാർത്തയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഖുദ്സിയ ഹദീസിന്റെ അർത്ഥം ഇന്ന് മക്ക ഇമാമ് അവരുടെ പ്രസംഗത്തിന്റെ സമാപനത്തിൽ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അലീമിൽ നമ്മെ വിളിച്ചതായ ശൈലി തന്നെ ആദ്യമായിട്ട് മദീന ഇമാമ് പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യന്മാരെ, ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഖുർആനിലുള്ള ആദ്യത്തെ വിളിയാണത്. മനുഷ്യന്മാരെ വിളിച്ചിട്ടാണ് പറയുന്നത്, ഏ മനുഷ്യന്മാരെ, നിങ്ങളുടെ നാഥനായ, നിങ്ങളുടെ ഷിട്ടാവായ, നിങ്ങളുടെ രക്ഷിതാവായ, നിങ്ങളുടെ ഖാലിഖായ, റാസിഖായ, നിങ്ങളെ ജീവിപ്പിക്കുന്ന മരണപ്പെടുത്തുന്ന റബ്ബായ ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങളെ രക്ഷിക്കുന്നത്, അവനാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, അവനാണ് നിങ്ങൾക്ക് ജീവൻ നൽകിയത്, അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്. ഇതെല്ലാം അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സൃഷ്ടികൾ എന്നിട്ട് ആർക്കും തന്നെ അതിൽ പങ്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളതായ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അവനെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അവനാണ് നിങ്ങൾക്ക് നേർച്ചയാക്കേണ്ടത്, അവനാണ് നിങ്ങൾ ഇറക്കേണ്ടത്, അവനാണ് ആരാധനയുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കേണ്ടത് എന്നതായ വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിലുള്ള ആദ്യത്തെ വിളി വന്നത് സൃഷ്ടികളോട്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് അവൻ തന്നെയാണ്. എന്തിനാണ്? നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടി. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. എങ്ങനെയുള്ള രക്ഷിതാവാണ് നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയെ നിങ്ങൾക്ക് ഓടാനും ചാടാനും പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും സന്ദർശിക്കാനും അതുപോലെ തന്നെ വിശ്രമിക്കാനും എന്തെല്ലാം ആവശ്യമുണ്ട് അതിനെല്ലാം പറ്റുന്നതായ ഫിറാശായി മാറ്റുകയുണ്ടായി, വിരിപ്പാക്കി മാറ്റുകയുണ്ടായി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മീതെ മച്ചായിട്ട് ആകാശത്തെ നിങ്ങൾക്ക് അള്ളാഹു സൃഷ്ടിക്കുകയുണ്ടായി. ഇതിലൊന്നും ആർക്കും കഴിയില്ല. നിങ്ങൾ എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനയുടെ പല ഇനങ്ങളും സമർപ്പിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന വിഭാഗങ്ങൾ വരെ അള്ളാഹ് ചെയ്ത അനുഗ്രഹത്തിൽ മുഴുകിക്കൊണ്ടേ ഇരിക്കുന്നു. അവരാ ഭൂമിയുടെ മീതെയാണ്, അവരാകാശത്തിന്റെ താഴെയാണ്. എന്നിട്ടും അവർ ധിക്കാര മനസ്ഥിതിയോട് കൂടി ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അങ്ങനെ അള്ളാഹു അവൻ ചെയ്തതായ അനുഗ്രഹത്തെ വീണ്ടും തുടർന്ന് പറയുകയാണ്. നിങ്ങളുടെ മീതെ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തെ ഇറക്കുകയുണ്ടായി. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, കൃഷികൾ ഉണ്ടാക്കി, ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, പാനീയങ്ങൾ ഉണ്ടാക്കി, എല്ലാറ്റുമുള്ളതായ ഏർപ്പാടുകൾ ആ വെള്ളത്തിലൂടെ ഞാൻ ചെയ്തു തരുന്നു. നിങ്ങളുടെ റിസ്ഖ് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളെ പൊതിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നിങ്ങൾക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതാരിലൂടെയാണ്? നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിലൂടെ മാത്രമാണ്. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങൾ ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കരുത്. അള്ളാഹുവിനോട് റബ്ബേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളായ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന വ്യക്തികളോട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? വിളിച്ച് പ്രാർത്ഥിക്കരുത്. അവർ നബിമാരായിരുന്നാലും ശരി, അവർ വലിയമാരായിരുന്നാലും ശരി, അവർ മഹാത്മാക്കളായിരുന്നാലും ശരി, അവർ സാലിഹ്യങ്ങളായിരുന്നാലും ശരി, അവർ മരിച്ചവരായിരുന്നാലും ശരി, അല്ലാത്തവരായിരുന്നാലും ശരി, പ്രാർത്ഥന അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. അതിൽ നിങ്ങൾ ആരെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന പദം ഉൾക്കൊള്ളുന്നതായ ആയത്താണ് യാ അയ്യുഹന്നാസ് എന്ന വിളിച്ചുകൊണ്ട് ആദ്യമായിട്ട് ലോകത്തോട് ഖുർആനിലൂടെ അള്ളാഹു സംസാരിച്ചത് എന്നതായ ഭാഗം പറഞ്ഞുകൊണ്ടായിരുന്നു മദീന ഇമാമും ഇന്നത്തെ ഖുതുബ ആരംഭിച്ചത്. മദീനയിൽ ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫി ഈ ഭൂമിയെ സൃഷ്ടിച്ചത് വമാ ഖലഖന സ്സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ, ആകാശത്തെയും
ഭൂമിയെയും അതിന്റെ ഇടയിലുള്ളതായ സർവ്വ ചരാചരങ്ങളെയും നാം സൃഷ്ടിച്ചത് കളിക്കല്ല, പന്താടയല്ല, കളിക്കാൻ വേണ്ടിയല്ല, കാര്യത്തിന് വേണ്ടിയാണ്, ഹക്കിനെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്, യഥാർത്ഥത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്, അഥവാ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയാണ്, അഥവാ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് എന്ന തത്വത്തെ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഇബാദത്തുകൾ അതിന്റെ ഇനങ്ങളെയെല്ലാം മദീനാ ഇമാം ഉണർത്തുകയുണ്ടായി. ആ ഇനങ്ങളിൽ പെട്ടതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഇബാദത്ത്. ആ ഹൃദയത്തിന്റെ ഇബാദത്താണ് വിശ്വാസപരമായ കാര്യങ്ങൾ. വിശ്വാസപരമായ കാര്യങ്ങൾ അത് ഹൃദയത്തിൽ ഉടലെടുക്കുന്നു. ഈമാൻ അതിൽ പെട്ടതാണ്, തഖ്വ അതിൽ പെട്ടതാണ്, തവക്കുൽ അതിൽ പെട്ടതാണ്, ഇനാമത്ത് അതിൽ പെട്ടതാണ്, മഹബ്ബത്ത് അതിൽ പെട്ടതാണ്, റബ ആഗ്രഹങ്ങൾ അതിൽ പെട്ടതാണ്, പേടി അതിൽ പെട്ടതാണ്. അള്ളാഹുവിനെ അല്ലാതെ പേടിക്കാൻ പാടില്ല, അള്ളാഹുവിനോടല്ലാതെ ആഗ്രഹിക്കാൻ പാടില്ല, അള്ളാഹുവിൽ നിന്നിട്ടല്ലാതെ പ്രതീക്ഷിക്കാൻ പാടില്ല. റജ അതിൽ പെട്ടതാണ്, ഹുബ്ബും അതിൽ പെട്ടതാണ്, അഥവാ സ്നേഹം. അള്ളാഹുവിനോടല്ലാതെ അള്ളാഹുവിനല്ലാതെ അമിതമായ ആരാധനയിലേക്ക് എത്തുന്നതായ സ്നേഹം, അത് അള്ളാഹുവിനല്ലാതെ ഒരു സൃഷ്ടികളെയും നാം ആ രൂപത്തിലുള്ള സ്നേഹം സ്നേഹിക്കാൻ പാടുള്ളതല്ല. അതേ സൃഷ്ടികളാകുന്ന നമ്മുടെ നേതാക്കളാകുന്ന അള്ളാഹുവിന്റെ റസൂൽ അടക്കമുള്ള നേതാക്കളെയെല്ലാം നാം സ്നേഹിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്, അവരെ അനുസരിക്കേണ്ടതുണ്ട്. അവരുടെ വിധി വിലക്കുകളെ നാം പഠിച്ച് അവകളിൽ നിന്നിട്ട് വിധികളുണ്ടെങ്കിൽ നടപ്പാക്കുകയും വിലക്കുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ അവരോടുള്ളതായ സ്നേഹം ഒരിക്കലും അത് എന്താവാൻ പാടുള്ളതല്ല, അള്ളാഹുവിനോടുള്ള സ്നേഹത്തോട് തുല്യമുള്ളതാവാൻ പാടുള്ളതല്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം അത് ആരാധനയിലേക്ക് നമ്മെ എത്തിക്കുന്നു, അത് കീഴ്വണത്തേക്ക് എത്തിക്കുന്നു, അത് സുജൂദിലേക്കും റുക്കൂഇലേക്കും എത്തിക്കുന്നു. അതൊക്കെ അള്ളാഹുവിന് മാത്രമായിരിക്കേണ്ടതാണ്. വിളിച്ച് പ്രാർത്ഥിക്കലും ആരാധിക്കലും നേർച്ചയാക്കലും ഇതെല്ലാം അള്ളാഹുവിന് മാത്രമായിരിക്കേണ്ടതാണ്. അതൊക്കെ ഹൃദയത്തിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതായ ഇബാദത്താണ്. ആ ഇബാദത്തിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. പിന്നെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്നതായ മറ്റു ഇബാദത്തുകൾ, അതാണ് നമസ്കാരങ്ങൾ, അതാണ് നോമ്പ്, അതാണ് സക്കാത്ത്, അതാണ് ഹജ്ജ്, അതുപോലെയുള്ള ഇബാദത്തുകളൊക്കെ നമ്മുടെ ജവാരിഹ കൊണ്ട് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്നതായ അമലുകളാണ്. ആ അമലുകളിൽ നിന്നിട്ട് ചിലരൊക്കെ അതിന്റെ ഉന്നത സ്റ്റേഡിലേക്ക് എത്തുന്നു. അഥവാ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്നിട്ട് കൂലി കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, ഖുശൂഅോടുകൂടി ഭക്തിയോടുകൂടി ഒരു വീഴ്ചയും വരുത്താതെ നിസ്കരിക്കുന്ന, ഒരു വീഴ്ചയും വരുത്താതെ ആരാധിക്കുന്ന, ഒരു ആളെയും പങ്കു ചേർക്കാത്ത, റിയാ ഇല്ലാത്ത, ലോകമാന്യമില്ലാത്ത ചെയ്യുന്ന ആ ഉന്നത സ്റ്റാൻഡേർഡ് നിൽക്കുന്ന സിദ്ദീഖീങ്ങളുടെ, നബിമാരുടെ, മഹാത്മാക്കളുടെ ആ സ്റ്റാൻഡേർഡ് നിൽക്കുന്നതായ അമലിന്റെ ഉടമകൾ കൂട്ടത്തിലുണ്ട്. എന്നാൽ അതിന്റെ നേരെ താഴെ നിൽക്കുന്ന സവാബ് ആഗ്രഹിക്കുന്നു, ഇഖാമനെ ഭയപ്പെടുന്നു, അതേസമയത്ത് വീഴ്ചകൾ വരുന്നു അവരുടെ പ്രവർത്തനങ്ങളിൽ. അങ്ങനെയുള്ളതായ ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്തതായ അമലുകൾ അതിൽ വീഴ്ചയില്ല, ഷർത്തൊക്കെ ഒത്തതായ അമലുകളാണെങ്കിൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ആ വീഴ്ചകളെ നെഗറ്റീവ് കൊടുക്കുകയും ചെയ്യുന്നു. അത് രണ്ടാമത്തെ ഇനമാണ്. മൂന്നാമത്തെ ഇനം വാജിബാത്തുകളിൽ വീഴ്ച വരുത്തുന്നതായ വിഭാഗമാണ്. വാജിബാത്തുകൾ വീഴ്ച വരുത്തുന്നതും അഥവാ കൽപ്പനകളായ അള്ളാഹുവിന്റെ കൽപ്പനകളായ നമസ്കാരം പോലത്തെ, നോമ്പ് പോലത്തെ, സക്കാത്ത് പോലത്തെ കാര്യങ്ങളിൽ ആ വീഴ്ച വരുത്തുന്നതായ വിഭാഗമാണ്. അങ്ങനെയുള്ള വിഭാഗം ചിലപ്പോൾ അവരിൽ നിന്നിട്ട് മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് പുറത്തു കിട്ടണമെന്ന് കേണപേക്ഷിക്കുന്നവരുണ്ടായിരിക്കാം, അള്ളാഹുവിലേക്ക് അടുക്കണമെന്ന പൂതിയുള്ളവരുണ്ടായിരിക്കാം, എന്നിട്ട് അതിനുവേണ്ടി മനക്കെടുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഉണ്ടായിരിക്കാം. അവർ അള്ളാഹുവിന്റെ മശീഅത്തിലാണ്. അള്ളാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ അള്ളാഹു സ്വീകരിക്കും, അല്ലെങ്കിൽ അവരെ അള്ളാഹു ശിക്ഷിക്കും. എന്നിട്ട് ആ ശിക്ഷ അവർ ചെയ്തതായ വീഴ്ചയുടെ തോത് അനുസരിച്ചിട്ട് ശിക്ഷിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ അവന്റെ മശീഅത്തിന്റെ കീഴിലാണ് അവരൊരു പക്ഷേ അള്ളാഹു സ്വർഗ്ഗത്തിലേക്ക് കടത്താൻ സാധ്യതയുണ്ട്. എന്നാൽ നാലാമത്തെ ഇനം അത് അള്ളാഹുവിന്റെ കൽപ്പന തീരെ അനുസരിക്കാത്ത, ധിക്കരിച്ച് ജീവിക്കുന്ന വിഭാഗമാണ്. റമദാൻ വന്ന് റമദാൻ കടന്നു, റമദാൻ പോയി, അവർക്ക് റമദാനുമായി ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. റമദാൻ കടന്നതോ വന്നതോ പോയതോ അറിയുകയില്ല. ആ രൂപത്തിലുള്ളതായ അശ്രദ്ധ, ആ രൂപത്തിലുള്ളതായ ഗഫലത്ത് പിടികൂടിയതായ വിഭാഗമാണ്. അവർ ഗതികെട്ടവരാണ്. അവർക്ക് യഥാർത്ഥത്തിൽ വിജയിക്കാനുള്ളതായ ചാൻസ് ഇല്ല. അവര് അള്ളാഹുലേക്ക് മടങ്ങാതെയും തൗബ ചെയ്യാതെയും പാശ്ചാത്തപിക്കാതെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കേണപേക്ഷിച്ച് കുറ്റം സമ്മതിച്ച് വീണ്ടും യഥാർത്ഥ ഷർത്തത്തതായ തൗബ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞതായ തൗബ ചെയ്തിട്ട് സൽക്കർമ്മം ചെയ്യാൻ ഒരുങ്ങാത്ത പക്ഷം അവര് അപകടത്തിലാണ്, അവര് മഹാനാശത്തിലും നഷ്ടത്തിലുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മദീന ഇമാം പിന്നെ എവിടേക്ക് കടന്നത്? നാം ഇപ്പോൾ അല്പം മുമ്പ് ചർച്ച ചെയ്ത മക്ക ഇമാം ചർച്ച ചെയ്തതായ ആ റമദാനിലേക്ക് പ്രവേശിച്ചത്. നിങ്ങൾക്ക് മഹാമാസം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പ്രസംഗിച്ച പ്രസംഗവും അതുപോലെ തന്നെ ആ വിശുദ്ധ മാസത്തിന്റെ പ്രത്യേകത, നിങ്ങൾ ചെയ്തതായ തെറ്റുകളെയെല്ലാം മാഫ് ചെയ്യാനുള്ളതായ ഒരു വേദിയാണ്, ഒരു മഹാ ചാൻസാണ്, ഒരു
മഹാ സീസണാണ് എന്നും ആ മാസം യഥാർത്ഥത്തിൽ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശുദ്ധ റമദാൻ മാസം സമാഗതമാകുമ്പോൾ നിങ്ങൾ നാട്ടിലാണ് അഥവാ യാത്രക്കാരിയല്ല എങ്കിൽ ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫല്യസുംഹു, ആ മാസത്തെ എന്നല്ലാതെ അതിൽ ഇഷ്ടപ്പെട്ട ദിവസങ്ങളെ അല്പ ദിവസങ്ങളെ എന്നല്ല, അല്പസമയങ്ങളെ എന്നല്ല, അതൊക്കെ കൃത്യമായിട്ട് ഖുർആൻ തന്നെ വിവരിച്ചിട്ടുണ്ട്. ആ മാസത്തെ മുഴുവനായിട്ട് നിങ്ങൾ നോമ്പ് പിടിക്കട്ടെ. ഫല്യസുംഹു, ലമീർ എടുക്കാൻ മടങ്ങുന്നത് മാസത്തിലേക്കാണ്. ആ മാസത്തിൽ നോമ്പ് പിടിക്കണം എന്നല്ലാതെ ഖുർആനിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഖുർആൻ നിഷേധികൾ പറയും പോലെ ഇഷ്ടമുള്ളത്ര നോമ്പ് നോക്കിയാൽ മതി, മുഴുവൻ നോക്കേണ്ടതില്ല, തോന്നും പോലെ നോക്കിയാൽ മതി, അത് ഖുർആൻ നിശ്ചയിച്ച സമയത്ത് തന്നെ തുടങ്ങേണ്ടതും അവസാനിക്കേണ്ടതുമില്ല എന്ന ആ ദേഹേച്ഛയിൽ നിന്നിട്ട് ഉടലെടുത്തതായ തോന്നിവാസങ്ങളും അനാചാരങ്ങളും പറഞ്ഞു നടക്കുന്ന ആ വിഭാഗത്തിന്റെ നോമ്പല്ല നാം നോക്കേണ്ടത്. പരിപൂർണമായി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അള്ളാഹു തന്നെ വിവരിച്ച വിശുദ്ധ ഫുർഖാൻ അദീമിൽ തന്നെ അതിന്റെ പരിപൂർണമായ അഹ്കാമുകൾ വിവരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഏറ്റെടുത്തതായ ആ രൂപം പഠിച്ച് ആ രൂപം മനസ്സിലാക്കി ആ രൂപം ജീവിതത്തിൽ ഫിറ്റാക്കി ആ രൂപം നടപ്പാക്കുന്നവരായി മാറാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ ബിഷാറാത്ത്, ആ സന്തോഷ വാർത്ത നാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷ വാർത്ത നൽകുന്നത് കൊണ്ട് തെറ്റില്ല എന്നതിലേക്ക് സൂചനയുമുണ്ട്. ആ ഹദീസിനെ അൽബാനിയെ പോലത്തതായ ഷെയ്ഖുമാർ അതിനെ ഹസനാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് അമൽ ചെയ്യാൻ പറ്റുന്നതായ ഹദീസാണ്. അതിൽ ബിഷാറത്തുണ്ട്, സന്തോഷ വാർത്ത നൽകലുണ്ട്. വല്ലരും റമദാൻ മാസം വന്നു കഴിയുമ്പോൾ റമദാൻ മുബാറക് എന്ന് പറയുമ്പോൾ ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിനക്കും അമൽ ചെയ്യാൻ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് മറുപടി പറയുന്നത് കൊണ്ട് തെറ്റില്ല എന്നതിലേക്ക് അത് സൂചനയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് ഇവിടെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ആ മാസം നമ്മളിലേക്ക് സമാഗതമായി കഴിഞ്ഞാൽ ആ മാസത്തിന്റെ 1-ാമത്തെ തീയതി മുതൽക്ക് തന്നെ വീഴ്ച വരുത്താതെ നാം വ്രതം അനുഷ്ഠിക്കുന്നതിൽ നിർബന്ധം പുലർത്തുന്നത് പോലെ തന്നെ ആ വ്രതം അള്ളാഹു സ്വീകരിക്കുന്ന വ്രതമാക്കി മാറ്റാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ്. അതെങ്ങനെയാണ്? പാപങ്ങളിൽ നിന്നിട്ടും തെറ്റുകളിൽ നിന്നിട്ടും അള്ളാഹു വിരോധിച്ചതായ കാഴ്ച, വിരോധിച്ചതായ കേൾവി, വിരോധിച്ചതായ സംസാരം എന്നീ കാര്യങ്ങളിൽ നിന്നിട്ട് വിട്ടു നിന്നിട്ടായിരിക്കണം നാം നോമ്പ് പിടിക്കേണ്ടത്. അതാണ് അള്ളാഹുവിന് ആവശ്യം. എന്നല്ലാതെ നിങ്ങളുടെ പട്ടിണിയോ നിങ്ങളുടെ ദാഹമോ അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്ന ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതായ കാര്യങ്ങൾ, ഇന്ന് മദീന ഇമാമും മക്ക ഇമാമും ഊന്നി പറഞ്ഞതായ പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം അവർ പറയാൻ വിട്ടിട്ടില്ല. അതും നാം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്. ഈ റമദാൻ മാസം സമാഗതമായി കഴിഞ്ഞാൽ അപ്പോൾ അള്ളാഹുവിന് ആവശ്യമേ ഇല്ല. ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തആമഹു വശറാബ, അള്ളാഹ് വിരോധിച്ചതായ കാര്യങ്ങളെ വിട്ടു നിൽക്കാതെ തെറ്റുകൾ ചെയ്തുകൊണ്ട് പണ്ട് റമദാന് മുമ്പ് കണ്ടതുപോലെ തോന്നിവാസങ്ങളും അനാചാരങ്ങളും സെക്സ് ഫിലിമും അല്ലാത്ത ഫിലിമും എല്ലാം കണ്ടുകൊണ്ട് വിനോദത്തിൽ കൂടി തന്നെയാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അവൻ റമദാനും മറ്റു ദിവസങ്ങളുമായിട്ട് ചേഞ്ച് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തആമഹു വശറാബ, അവന്റെ ഭക്ഷണത്തെ അവൻ ഉപേക്ഷിക്കുന്നതിലോ അവന്റെ പാനീയത്തെ അവൻ ഉപേക്ഷിക്കുന്നതിലോ അള്ളാഹ്ക്ക് ഒരു ആവശ്യവുമില്ല. അള്ളാഹുവിന് ആവശ്യം അള്ളാഹുവിനെ ഭയപ്പെട്ടു എന്നത് തഖ്വയിലൂടെ നാം തുറച്ചു കാട്ടണം, പ്രാവർത്തികമാക്കണം. അതുകൊണ്ട് തന്നെയാണ് കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താവാൻ വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടി എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് അള്ളാഹുവിന്റെ വിധിയാണ്. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബുഹാ കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. റമളാനിനെ കുറിച്ച് ചർച്ച ചെയ്തതായ ആയത്തിന്റെ സമാപനത്തിൽ സൂറത്തുൽ ബഖറയിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അവസാനിപ്പിച്ചത് എന്താണ്? ഈ അള്ളാഹ് നിർണയിച്ചതായ അതിർത്തികളെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. ആ അതിർത്തി വിട്ട് കടന്നു പോകരുത്. റമളാൻ പകലിൽ നിങ്ങൾ സംയോഗം ചെയ്യരുത്, എത്തിക്കാഫ് ചെയ്യുമ്പോൾ സംയോഗം ചെയ്യരുത്. എത്തിക്കാഫ് ഉള്ളവരാണെങ്കിൽ റമളാൻ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പള്ളിയിൽ എത്തിക്കാഫ് ഇരിക്കുന്നവര് സംയോഗം ചെയ്യരുത്. അപ്രകാരം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കേണ്ടത് ഫജ്ർ സാദിഖിന് മുമ്പ് നിങ്ങൾ ഭക്ഷണത്തിൽ വിരമിക്കണം. എപ്പോഴാണ് ഫജ്ർ സാദിഖ് ആകുന്നത്? അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തോട് വിടവാങ്ങണം, പാനീയത്തോട് വിടവാങ്ങണം. എന്നല്ലാതെ ബാങ്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കലല്ല. അതൊക്കെ ജഹലാണ്, അതൊക്കെ അറിവില്ലായ്മയാണ്. അത് ഹറമിലുള്ള അറിവില്ലാത്തതായ വിദേശികൾ ചെയ്താലും അത് സ്വദേശി ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്, അരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്യക്തമായി ക്ലിയറായി ഫകുലൂ വശ്റബൂ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ, ഫജ്റുസ് സാദിഖ് വെളിവാകുന്നത് വരേക്കും. ആ വെളിവായി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? തീറ്റയില്ല, ഭക്ഷണമില്ല, പാനീയമില്ല. അതിൽ നിന്നിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ആവേണ്ടതാണ്, നിർത്തേണ്ടതാണ്.
ചെയ്യേണ്ടതാണ്, അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് അല്ലാഹു പറഞ്ഞതാണ്. അതുപോലെ തന്നെ അസ്തമിക്കുന്ന സമയത്തിൽ നമുക്ക് ധൃതിയോടുകൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതുപോലെ നോമ്പ് മുറിക്കാൻ വേണ്ടി മനക്കെടേണ്ടതുമാണ്, പരിശ്രമിക്കേണ്ടതുമാണ്. ഇതൊക്കെ ആ രൂപത്തിൽ മനസ്സിലാക്കി സ്വീകാര്യോഗ്യമായ ആ നോമ്പ് നോക്കാനുള്ളതായ തൗഫീഖ് നമുക്കെല്ലാവർക്കും നമ്മുടെ നേതാവായ രാജാവായ രാജാതിരാജനായ ഷിട്ടാവായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ആ റമദാനിൽ സ്വീകരിക്കുവാനും റമദാനിൽ ചെയ്യേണ്ട അമലുകൾ ചെയ്യുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കട്ടെ. എല്ലാ നല്ല നല്ല ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ. പ്രയാസങ്ങളെ ദൂരപ്പെടുത്തട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ നൽകട്ടെ. അതുപോലെ തന്നെ സന്താനമില്ലാത്തവർക്ക് ഉള്ളവർക്ക് എല്ലാവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകട്ടെ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തുമാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.